ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം നിലപ്രജീഷ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. അതിനുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞങ്ങൾ പാപ്പന്റെ കാറിലാണ് പോകുന്നത്. അപ്പോ നമുക്ക് പോവാം. ഞാൻ പതിവായി ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ അഭിപാപ്പന്റെ കാറില് എല്ലാവരുമായിട്ടാണ് പോവാറ്. എല്ലാരും ഉണ്ട് കേട്ടാ. ഞങ്ങള് കുറച്ചു നാൾ മുന്നേ കീഴിലത്തേക്ക് പോയിരുന്നു. അതിന്റെ വീഡിയോ ഞങ്ങളെ ചാനലിലുണ്ട്. ഇപ്പൊ ഞങ്ങള് കീഴിലത്തിന്റെ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങള് 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കീഴിലത്തേക്ക് എത്തി. ഞാൻ ഇക്കമ്മയുടെ വീട്ടിൽ വന്നപാടെ ജ്യൂസൊക്കെ തന്ന് ഇക്കമ്മ ഞങ്ങളെല്ലാവരെയും വരവേറ്റു. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പതുക്കെ കളി തുടങ്ങിയിട്ട. ഇക്കമായി പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി. ആ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അച്ഛനും കുഞ്ഞും ഇക്കമ്മായും വീടെടുക്കണ്ടായിരുന്നു. ഞാനത് നോക്കി നിൽക്കണ്ടായിരുന്നു. എന്റെ കൂട്ടത്തിന് എനിക്കൊരു വിഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. കളിയും കാര്യങ്ങളൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നേരായി. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇക്കമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. ആ ഫുഡ് കഴിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി ആയ കാരണം ഞാൻ ചിക്കൻ ബിരിയാണി കൂട്ടി കഴിച്ചു. മീൻകറിയും മറ്റും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചില്ല കേട്ടോ. എനിക്ക് എല്ലാതും കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാനുള്ള വയറില്ലാത്ത കാരണം ഞാൻ കഴിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും അഭിപാപ്പനും സിജിൻ മാമനും കൂടിയിട്ട് വണ്ടിയിൽ സബ് വയ്ക്കാൻ വേണ്ടി പോയി. ഈ വരവിന്റെ ഉദ്ദേശത്തില് ഈ കാര്യം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അഭിപാപ്പന് നല്ലൊരു ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. ഇതേപോലെ കാറുകളിലും ബസ്സുകളിലും സ്വന്തമായിട്ട് സബ് ഉണ്ടാക്കി വെച്ചു കൊടുക്കലാട്ട മൂപ്പരുടെ പണി. പെരിഞ്ഞനം 3 പീടികയിലാണ് അഭിപാപ്പൻ ജോലി ചെയ്യണേ. ആർക്കെങ്കിലും ഇതേപോലെ സൗണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപാപ്പന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാട്ടാ. സബൊക്കെ ഫിറ്റ് ചെയ്തിട്ടേ പാട്ടങ്ങോട്ട് വെച്ചു. അപ്പൊ കാറും പരിസരമൊക്കെ അങ്ങനെ കിടുങ്ങി. ഇത് കണ്ടപ്പോ സിജിൻ മാമന് സന്തോഷായി. അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് പതുക്കെ അച്ഛയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് വലിയൊരു പാറ കാണാനായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് പോയാലി മല. ഒരുപാട് പേര് ഇവിടെ ഈ മല കാണാൻ വേണ്ടിട്ട് വരാറുണ്ട് കേട്ടാ. ഈ മലയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അങ്ങനെ എല്ലാവരും കുത്തനെയുള്ള പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തീരുമാനിച്ചു. സത്യത്തില് ആദ്യം നമുക്ക് കയറി തുടങ്ങുമ്പോൾ പേടിയൊന്നും തോന്നൂല. കുറച്ചങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. ഞങ്ങൾ അത്യാവശ്യം കയറി വന്നപ്പോ തന്നെ എന്ത് ഭംഗിയാ അവിടെ കാണാനറിയോ. താഴത്തെ ബിൽഡിങ്ങുകളൊക്കെ ചെറിയ പൊട്ടുമാതിരി കാണുള്ളൂ ട്ടാ. അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ഞങ്ങൾ അതിന്റെ ഭംഗി ആസ്വദിച്ചു. എന്തായാലും എല്ലാരും നല്ല ഉഷാറോടി കയറി പോണ്ട്. എന്തോ എനിക്കൊന്നും അറിയില്ലട്ടാ. കുറച്ചങ്ങോട്ട് കേറിപ്പോയപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമില്ലട്ടാ. ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റാം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ അടിപൊളിയാണ്. ഏറ്റവും മുകളിലെത്തിയാലാണ് അതിന്റെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ടാ. ഇനി ഞാൻ ഇതിന്റെ സ്റ്റോറി പറയാം. ഇതാണ് മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം പോയാലിമല. അലിപ്പോയ മല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രവാചക കുടുംബത്തിലെ അലി തങ്ങൾ ആ മലയിലൂടെ നടന്നപ്പോൾ പതിഞ്ഞ കാൽപാദവും വാളുകൊണ്ട് വെട്ടിയ പാടും കുതിരയുടെ കാൽപാദവും അവിടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സത്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്തു തന്നെയായാലും എല്ലാവരും വന്ന് കണ്ടിരിക്കുന്ന സ്ഥലമാണ് പോയാലിമല. ഈ മലയുടെ മേളില് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ അവിടെ ഐ ലവ് പോയാലിമല എന്ന് എഴുതി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തു. കൂടെ ആശുമോളും ഉണ്ടായിരുന്നതാ, കണ്ടില്ലേ? ഞാനിപ്പോ പോയാലി മല മുകളില.
എങ്ങനെയുണ്ട് ഇവിടുത്തെ ചന്തം? ഞങ്ങള് പോയത് ഒരു ഞായറാഴ്ചയായിരുന്നു. അത്യാവശ്യം പേര് ആ മല കാണാൻ വേണ്ടി വന്നിരുന്നു. ഇതാ കണ്ടില്ലേ, ഓരോരുത്തർ ഇരുന്നിട്ടൊക്കെ ഇതിന്റെ ഭംഗി ആസ്വദിക്കണേ. ഇതേപോലെയുള്ള യാത്രകളും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും അല്ലേ? ഈ മലമുകളിൽ കയറിയാലേ ഈ പ്രദേശത്തെ മൊത്തം ഭാഗം ഞങ്ങൾക്ക് കാണാൻ പറ്റൂട്ട. എന്ത് ഭംഗിയാണ്ട് ഈ മല കാണാൻ. അമ്മ ഇങ്ങോട്ട് വരാൻ പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടാണ് അത് വല്ലാത്തൊരു ജീവിതമായി പോയി. ഇതിന്റെ ഇടയിൽ അച്ഛനും ഞാൻ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ആർമാദിച്ചുട്ടാ. ഈ മലയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് സൂര്യാസ്തമയം സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാട്ടാ. ഞങ്ങൾ എല്ലാവരും അവിടെ നിലത്ത് കിടന്നിട്ട് ഒരു വെറൈറ്റി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ ബൈക്ക് ഓടിച്ചിട്ട് അതിൻ്റെ മേലെ കയറ്റണ കണ്ടുവിട്ട പേടിയായിട്ടാ കൊണ്ടപ്പോ. ഇതൊക്കെ എങ്ങനെ സാധിക്കണാവൂലേ? ഇങ്ങനെ കുത്തനെയുള്ള പാറ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. അവിടൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിലായി. കയറുമ്പോഴുള്ള ഉത്സാഹമൊന്നും ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇറങ്ങുമ്പോൾ ശരിക്കും പേടിക്കിട്ടാ. എല്ലാവരും പരസ്പരം കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി തുടങ്ങിയത്. കാരണം കൈയൊക്കെ വിട്ട് താഴേക്ക് പോയാലേ പൊടി പോലും കാണാൻ പറ്റൂലട്ടാ. അത്രക്കും താഴ്ച ഉണ്ടിട്ടാ. അങ്ങനെ മല ഇറങ്ങി ഞങ്ങള് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് കാറിൽ കയറി. ഞങ്ങള് പോണ നേരത്തേക്ക് ചെറുതായിട്ട് സങ്കടം വന്നിട്ടാ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.